ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഒരാഴ്ചയിലെ ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് കേരള ബോക്സ് ഓഫീസിന് വീണ്ടും കോടികളുടെ ദിവസങ്ങളായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങൾ. പ്രേമലു, അന്വേഷിപ്പിൻ, കണ്ടെത്തും എന്നീ സിനിമകളുടെ ഏറ്റവും പുതിയ കളക്ഷനും 2 സിനിമകളുടെയും ഞായറാഴ്ച ദിവസത്തെ ബുക്കിംഗ് സ്റ്റാറ്റസും ഒപ്പം തന്നെ 2 സിനിമകളുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുക്കാൻ സാധ്യതയുള്ള സിനിമയെക്കുറിച്ചെല്ലാം തന്നെയാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യമേ ടൊവിനോയുടെ അന്വേഷിപ്പിൻ, കണ്ടെത്തും എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയായിട്ട് തിയേറ്ററുകളിൽ ആദ്യ ദിവസം തന്നെ പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയ്ക്ക് ഇന്നലെ നാം പ്രതീക്ഷിച്ചതുപോലെ 1.5 കോടി രൂപയ്ക്ക് മുകളിൽ കേരള ഗ്രോസ് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതോടെ 2,81,00,000 സിനിമയുടെ കേരള ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. മികച്ചൊരു കളക്ഷൻ തന്നെ 2 ദിവസങ്ങൾ കൊണ്ട് സിനിമ നേടിയെടുത്തുവെന്ന് നിസ്സംശയം പറയാം. അതേസമയം അന്വേഷിപ്പിൻ, കണ്ടെത്തും എന്ന സിനിമയോടൊപ്പം ക്ലാഷ് റിലീസിനെത്തിയ നെസ്ലൻ മമിത കോംബോയുടെ പ്രേമലു എന്ന സിനിമയുടെ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ 2ാം ദിവസം പ്രതീക്ഷിച്ചതുപോലെ 2 കോടി സിനിമയുടെ കേരള ഗ്രോസ് ടച്ച് ചെയ്തിരിക്കുകയാണ്. 2,05,00,000 ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും ശനിയാഴ്ച കളക്ഷൻ നേടിയെടുത്ത സിനിമ ഇതോടെ 3 കോടി രൂപയ്ക്ക് മുകളിലേക്ക് കേരള ഗ്രോസ് സിനിമ ആകെ 2 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുത്തിരിക്കുകയാണ്. ഒരേ ദിവസം തിയേറ്ററുകളിലേക്ക് എത്തിയ 2 പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമകളായ അന്വേഷിപ്പിൻ, കണ്ടെത്തും, പ്രേമലു എന്നീ സിനിമകളുടെ കളക്ഷൻ 2 ദിവസത്തെ കണക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആർക്കാണ് കൂടുതൽ ലീഡ് എന്ന്. ആദ്യ ദിവസം ടൊവിനോട് അന്വേഷിപ്പിൻ, കണ്ടെത്തും എന്ന സിനിമയ്ക്കായിരുന്നു ലീഡ് എങ്കിൽ 2ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച പ്രേമലു എന്ന സിനിമ അന്വേഷിപ്പിൻ, കണ്ടെത്തും എന്ന സിനിമയെ ഓവർടേക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി ഞായറാഴ്ച ദിവസമായ 2 സിനിമകളുടെയും 3ാം ദിവസമായ ഇന്നത്തെ ബോക്സ് ഓഫീസ് സ്റ്റാറ്റസിലേക്ക് വരികയാണെങ്കിൽ ഹൗസ്ഫുള്ളിന്റെയും ഫാസ്റ്റ് ഫില്ലിംഗ് ഷോസിന്റെയും ബുക്ക് മൈ ഷോ ടിക്കറ്റുകളുടെ വിൽപ്പനയുടെ എണ്ണമെല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ പ്രേമലു എന്ന സിനിമ തന്നെയാണ് ഒരുപാട് മുകളിൽ അന്വേഷിപ്പിൻ, കണ്ടെത്തും എന്ന സിനിമയേക്കാൾ മുന്നിൽ നിൽക്കുന്നത്. അന്വേഷിപ്പിൻ, കണ്ടെത്തും കഴിഞ്ഞ 1 മണിക്കൂറിനിടയിൽ 3000-ലധികം ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിൽ നേടിയെടുത്തതെങ്കിൽ പ്രേമലു എന്ന സിനിമയ്ക്ക് അതിന് ഇരട്ടിക്ക് മുകളിൽ 6000-ന് മുകളിലാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇന്ന് ഞായറാഴ്ച പ്രേമലു എന്ന സിനിമയുടെ തീ തരംഗമായിരിക്കും കേരള ബോക്സ് ഓഫീസിൽ എന്ന് ഉറപ്പിക്കാം. ഈ ഒരു 2-3 ദിവസത്തെ ട്രെൻഡ് മാത്രം നോക്കുകയാണെങ്കിൽ പ്രേമലു എന്ന സിനിമ ക്ലാഷ് വിന്നർ ആകാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. അങ്ങനെയെങ്കിൽ 2018 എന്ന ഇൻഡസ്ട്രി വിജയത്തിന് ശേഷം ടൊവിനോടേതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു കൊമേഴ്ഷ്യൽ സിനിമയെ എല്ലാ തരത്തിലും ഞെട്ടിച്ചിരിക്കുകയാണ് പ്രേമലു എന്ന മറ്റൊരു റൊമാൻറ്റിക് കോമഡി യൂത്തിന്റെ സിനിമ എന്ന് നിസ്സംശയം പറയാം. കാത്തിരിക്കൂ 2 സിനിമകളുടെയും ആവേശകരമായ വരും ദിവസങ്ങളിലെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടാം.